പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജൂൺ 4 എല്ലാവരുടെയും പ്രതീക്ഷയുടെ തിരുനാളമായിട്ട് നിലനിൽക്കുന്ന ഈ ജൂൺ 4 സ്ഥാനാർത്ഥികളായിട്ട് നിന്നവരും നിർത്തിയവരുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ ആയിട്ട് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ജൂൺ 4 ഭാരതത്തിലെ ഒട്ടാകെ ജനങ്ങളെപ്പോലെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ട് ജൂൺ 4 എന്നൊരു ഡേറ്റ് കാത്തിരിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഞാൻ എല്ലാവരെയും പോലെ, അതുപോലെ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന എനിക്കും ജൂൺ 4 വളരെ സവിശേഷമായിട്ടുള്ള ഒരു ദിനമാണ്. ഇപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് 95% കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ഒരു 57 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പേ ഉള്ളൂ ഇനിയും കഴിയാനുള്ളത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ദിവസം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം, ആരൊക്കെ വിജയിക്കും, ഏത് പാർട്ടി ഭരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആകാംക്ഷകൾക്കിടയിൽ ചാനലുകാർക്കാണ്, ചാനൽ ജഡ്ജിമാർക്കും, ചാനലിലെല്ലാം ഇപ്പോൾ ജഡ്ജിമാരാണല്ലോ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ വാർത്താ ചാനലുകളൊക്കെ കാണുന്നുണ്ടേ തോന്നുന്ന ഒരു കാര്യം, ഈ ചാനൽ ജഡ്ജിമാരാണ് കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവത്തെ ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ മനോഭാവത്തിനകത്ത്, ഈ ഇട്ടവട്ടത്തിനകത്ത് ഇങ്ങനെ ചിന്തിക്കാതെ അതിന് പുറത്തോട്ട് ഇറങ്ങി ചിന്തിക്കുന്നവർക്ക് മാത്രം ശരിയായ ഒരു ദേശീയ ബോധം, അതായത് ഒരു ശരിയായ വീക്ഷണം ലഭിക്കും. കാരണം അല്ലെങ്കിൽ കുറച്ച് ചാനലുകളുണ്ട്, സന്ധ്യാനേരമാകുമ്പം അവർ ഓരോരുത്തരും കുറച്ച് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിരുത്തും. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ആ ചർച്ച നയിച്ചുകൊണ്ട് പോകും. പിന്നെ വല്ല മിടുക്കന്മാരും ഉണ്ടെങ്കിൽ അവർ ഗോളടിച്ച് മുന്നേറിപ്പോകും. ചിലപ്പോൾ ഭയങ്കരമായ വഴക്കും മല്ലും അസഭ്യം പറച്ചിലും എടാപോടാ വിളിയും ഒക്കെ ആയിട്ട് രംഗം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സംഭവ പരമ്പരയാണ് ചാനലുകാരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സന്ധ്യയ്ക്ക് ഈ വാർത്തകൾ വൈകിട്ട് ഒന്ന് കാണാം, എന്തൊക്കെ രാജ്യത്ത് സംഭവിച്ചു എന്നറിയാമെന്ന് നോക്കുമ്പോൾ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നെനിക്ക് ഞാൻ കുറച്ച് രാഷ്ട്രീയ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഞാനും ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ജൂൺ 4 ശേഷം ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. എങ്കിലും ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തെപ്പറ്റി എല്ലാവരും, ഒരു പൗരബോധമുള്ള എല്ലാ ഭാരതീയനും ചിന്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഒരുപാട് വീഡിയോകൾ കാണുകയുണ്ടായി. അതായത് നമ്മുടെ വടക്കോട്ട് നോക്കിയിരിപ്പാണല്ലോ നമ്മുടെ ആൾക്കാർക്ക് പ്രധാനം. അപ്പോൾ അങ്ങനെ ഞാനും വടക്കോട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ അതുകൂടാതെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ, അതായത് കേരളത്തിലുള്ളവർക്ക് വിവരവും ബോധവും ഉള്ളെന്നും കേരളത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളവരുള്ളെന്നും ഒക്കെ പറഞ്ഞ് എഴുതുന്ന ബാലിശമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോഴേ സത്യത്തിൽ ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ ആയ ഹിന്ദി പഠിച്ചിട്ടുള്ളത് കൊണ്ട്, മനസ്സിലാകുന്നത് കൊണ്ട്, എൻ്റെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ എനിക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നിരുന്ന് ഈ ചാനലുകാർ പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളായിരുന്നു. പിന്നെ പത്രത്തിൽ അടിച്ചു വരുന്നതാണെങ്കിൽ അതിനപ്പുറവുമാണ്. എല്ലാവരും പക്ഷപാതപരമായിട്ടും പിന്നെ ഒരു വിശാലമായ വീക്ഷണത്തോടെയും അല്ലാതെ, രാജ്യത്തിൻ്റെ വികസനം കാണാതെ എന്തൊക്കെയുണ്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനെന്ന് നോക്കി മാത്രമാണ് ചാനലാണെങ്കിലും പത്രമാണെങ്കിലും ഒരു വിഭാഗം ആൾക്കാരാണെങ്കിലും, ഭൂരിഭാഗം ആൾക്കാരും എന്ന് വേണേ പറയാം, അങ്ങനെ ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് വടക്കോട്ട് തന്നെ നോക്കണമെന്ന് തോന്നി. അപ്പോൾ വടക്കോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചാനലുകൾ കാണുകയുണ്ടായി. യൂട്യൂബ് ചാനലുകളും പത്രക്കാരും ഒക്കെ തന്നെ എല്ലാ ഗ്രാമത്തിലും
ഗ്രാമാന്തരമായിട്ട് അവർ പോയിട്ട് പോളിംഗ് ബൂത്തുകളിൽ ചെല്ലുകയും വോട്ട് ചെയ്തിറങ്ങുന്നവരോട് വളരെ സാഹസികമായിട്ട് അവരോട് ചോദിച്ച് വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു തരം സർവേ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ചാനൽ ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ സംസാരം, അവരുടെ അവബോധം, അവരുടെ രാഷ്ട്രീയ ബോധം, അവരുടെ ചിന്താശക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവർക്കൊന്നും ഒരറിവുമില്ല. അതുകൊണ്ടാണ് അവർ അന്ധരായിട്ട് വോട്ട് ചെയ്ത് BJPയെ ജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അവർക്ക് തുറന്ന മനസ്സോടെ അവർ ഈ വാർത്താമാധ്യമങ്ങളൊക്കെ ഈ ഗ്രാമത്തിലെ സ്ത്രീകളെ പോയി കാണുകയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം കാണുന്നുണ്ട്. ഭൂരിഭാഗം പേരുടെയും ആ അഭിപ്രായം അത് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ, അറിവുണ്ടോ, കാര്യബോധമുണ്ടോ എന്നുള്ളത് അപ്പോഴും നമുക്ക് മനസ്സിലാകും. നമ്മുടെ കേരളത്തിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷയമാണ് തോന്നുന്നത്. കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയ സമയത്തോ അല്ലാതെ ഒരു പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടോ ആരെങ്കിലും ഒരു കാര്യം ഒരു പാർട്ടിയെ പറ്റിയോ ഭരണത്തെ പറ്റിയോ എന്തെങ്കിലും ഭരണാധികാരികളെ പറ്റിയോ ചോദിച്ചാൽ വളരെ നിഷ്കളങ്കരായ കുറച്ചു പേര്, ഒന്നോ രണ്ടോ വിരലിലെണ്ണാൻ മാത്രമുള്ളവർ അവരുടെ അഭിപ്രായം ഒരു വെട്ടി തുറന്നു പറയും. അല്ലാത്തവർ അവർക്കൊരു അഭിപ്രായവും ഇല്ലതാനും അവരൊന്നും പറയത്തുമില്ല. പറയാത്തത് പാർട്ടിയെ ഭയന്നിട്ടാണെന്ന് തോന്നുന്നു. അവർ ഇപ്പോൾ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ എതിർ പാർട്ടിക്കാർ ഞങ്ങളെ നോട്ട് ചെയ്ത് വെക്കുമോ, നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, ഒരു കഴിവില്ലായ്മ, ഒരു ആർജവുമില്ലായ്മ, ഒരു മിടുക്കില്ലായ്മ എല്ലാം കേരളത്തിൽ പൊതുവേ കാണുന്നതാണ്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അങ്ങനെ. സ്ത്രീകളാണ് കേരളത്തിൽ ഇപ്പോൾ എനിക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നോക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ എന്ത് ധൈര്യമായിട്ട് അവരുടെ അഭിപ്രായം പറയുന്നത്. അവർക്ക് യാതൊരു ഭയവും ഇല്ലാരും അങ്ങനെ അഭിപ്രായം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവർക്ക് കഴിവുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിനെ അപേക്ഷിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം നഗരത്തിലെ ആയാലും ഗ്രാമത്തിലെ ആയാലും സ്ത്രീകൾക്കെല്ലാം രാജ്യത്തുണ്ടായ പുരോഗതിയെപ്പറ്റിയും രാഷ്ട്രത്തെപ്പറ്റിയും രാഷ്ട്രീയത്തെപ്പറ്റിയും വിദേശ നയത്തെപ്പറ്റിയും എല്ലാം അവർക്ക് രാഷ്ട്രീയ പാർട്ടികളെപ്പറ്റിയും അഴിമതിയെപ്പറ്റിയും അഴിമതിയില്ലാത്ത ഭരണത്തെപ്പറ്റിയും ഒക്കെ പറയാനായിട്ട് 100 നാവുണ്ട്. അവരിതെല്ലാം എവിടുന്ന് പഠിച്ചു എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. അത്രയ്ക്കും കാര്യബോധമുള്ള സ്ത്രീകൾ. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി മുന്നോട്ടുള്ള ഭാരതത്തിൻ്റെ ആ ഒരു ഗമനത്തിൽ സ്ത്രീകൾക്കും ഭാരതത്തിൻ്റെ പുരോഗതിയിലും വളർച്ചയിലും ഒക്കെ ഒരു നല്ല പങ്ക് വഹിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ, വനിതകൾ ഇന്ന് ഭാരതത്തിലുണ്ട്. ഇത്രയും ഒരു ശാക്തീകരണം ഭാരതത്തിലെ സ്ത്രീകൾക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള മോദിജിയുടെ ഭരണത്തിന് കീഴിലാണെന്നുള്ളതിന് യാതൊരു തർക്കമേ ഇല്ല. കാരണം സ്മൃതി ഇറാനിജി ആയാലും സുഷമ, അതിന് മുമ്പ് നിർമ്മല സീതാരാമനായാലും അതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മളുടെ പ്രഗത്ഭയായിട്ടുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആയാലും അങ്ങനെ ഒരുപാട് പേര് വിരലിൽ എണ്ണാനുള്ളവരല്ല പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ രാഷ്ട്രപതി തൊട്ട് അങ്ങനെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നത്. ആ സ്ത്രീ ശാക്തീകരണം എന്ന് പറയും, സ്ത്രീകളെ അവരെ ശക്തരാക്കി എന്നുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നും പറഞ്ഞിട്ട് ഇടതുപക്ഷ പാർട്ടിക്കാരെപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു പല്ലവി ഉണ്ടായിരുന്നു. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട വനിതകളെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാനും രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തും അതുപോലെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലും ഒക്കെ പ്രതിഷ്ഠിച്ച് സേനയിൽ വരെ അവരെ എല്ലാ തരത്തിലും നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ഭാഗഭാക്കാക്കാൻ മോദിജി ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാനിപ്പോൾ ഒരുപാട് പത്രക്കാരും ചാനലുകാരും ഒക്കെ പോയിട്ട് നഗരത്തിലും ഗ്രാമത്തിലും പോയി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുദ്ദ, അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം എന്താണ് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്,
എന്നുള്ളതിന് നല്ല വ്യക്തവും ശക്തവുമായിട്ടുള്ള ഉത്തരങ്ങൾ, മറുപടികൾ കൊടുക്കുന്ന ഹിന്ദിയിലാണ് എല്ലാം. കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്ന് ഈ കിണറ്റിലെ തവളകളായിട്ടിരിക്കുന്ന ആളുകൾ എന്തറിഞ്ഞു എന്നുള്ള കാര്യമാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ വീഡിയോകളെല്ലാം കാണുമ്പോൾ, അതായത് ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടു, പത്രക്കാർ അതും എല്ലാം നല്ല ധൈര്യമുള്ള വനിതകൾ തന്നെയാണ്. എവിടെയും ചെന്ന് ഏത് സിംഹത്തിൻ്റെ മടയിലും കയറി അവരോടെല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ച് ആ അഭിപ്രായങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർ കാണിക്കുന്ന ആ ഒരു ആർജവും ഒരു തൻ്റെടവും ഒക്കെ നമ്മൾ വിലമതിക്കാനാവാത്ത, ബഹുമാനിക്കത്തക്ക നല്ല കഴിവായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് വനിതകളുടെ ആ മുന്നേറ്റം എന്ന് പറയും. അപ്പോൾ അവർക്കെല്ലാം നല്ല ബോധമുണ്ട്. അവരെല്ലാം പറയുന്നു, ഇന്നിപ്പം ഡൽഹിയിൽ കേജ്രിവാളിന് വോട്ട് ചെയ്യുന്ന കേജ്രിവാളെല്ലാം ഫ്രീ തരുമല്ലോ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ പറയുന്നു, അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ലല്ലോ ഫ്രീ തരുന്നത്, ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് ഫ്രീ തരണ്ട, രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് ആ പൈസ ചെലവഴിക്കേണ്ടത്, ഞങ്ങൾക്ക് ഫ്രീ വേണ്ട. ഈ ഫ്രീ കിട്ടുന്നതാണല്ലോ ഈ മുഴുവൻ ഈ ഭാരതത്തിലെ പ്രശ്നം. എല്ലാം സൗജന്യമായിട്ട് കൊടുക്കാം. പ്രകടന പത്രിക തന്നെ അതാണല്ലോ കോൺഗ്രസിൻ്റെ, സൗജന്യമായിട്ട് അത് കൊടുക്കാം, ഇത് കൊടുക്കാം, മറ്റേത് കൊടുക്കാം, ഇത് തന്നെ പറയുന്നത്. സൗജന്യ കിറ്റ് പോലെ, നമ്മുടെ കിറ്റ് പോലെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഉപ്പും മുളകും ഒക്കെ ആയിട്ടൊരു കിറ്റ് കിട്ടുമല്ലോ, നമുക്കത് മതി. 5 വർഷത്തെ നമ്മുടെ ഭരണ നേട്ടമായിട്ട് നമുക്കൊരു കിറ്റ് കിട്ടും. ആ കിറ്റ് കിട്ടി കഴിയുമ്പോഴത്തേനും എല്ലാവരും അതിനകത്ത് മയങ്ങി വീഴും, എല്ലാവരും ഓടിപ്പോയി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കിയാലേ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടി പ്രളയകാലം കഴിഞ്ഞ ഉടനെ എവിടെല്ലാം പോയി, ഇവിടുന്ന് ആളുകൾ ഫിൻലൻഡിലോ നോർവേയിലോ എവിടെയൊക്കെയാണോ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചു, കോടികൾ ആ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചു, വിദഗ്ധന്മാരെയൊക്കെ കൊണ്ടുപോയി. കാലവർഷത്തെ ഒന്നും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ നിയന്ത്രിക്കാനൊക്കത്തില്ല, സമ്മതിച്ചു. പക്ഷേ എങ്കിലും തിരുവനന്തപുരവും കൊച്ചി പോലെയൊക്കെയുള്ള വലിയ വലിയ നഗരങ്ങളിലും പിന്നെ എല്ലാം വെള്ളം കയറി സർവനാശം വരുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ ഒരു കൺട്രോളെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഈ പ്രളയം കഴിഞ്ഞിട്ട് നാട് ചുറ്റിയവർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ, ഇത് കേൾക്കുന്നതും കാണുന്ന ആരെങ്കിലും വ്യക്തികൾ. അപ്പോൾ ചുരുക്കം ഞാൻ ഇതാണ് പറഞ്ഞത്. ജൂൺ 4 നമുക്ക് ഇപ്പോൾ ആരുടെയും ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല, ആരും അങ്ങനെ സന്തോഷിക്കണ്ട. മോദിജി ഗവൺമെൻറ് പുറത്തേക്ക് പോകുമെന്നും പുതിയ ആൾ പ്രധാനമന്ത്രിയായി വരുമെന്നും ഒന്നും ആരും വിചാരിക്കേണ്ട. തുടർഭരണം തന്നെ ലഭിക്കുന്നതായിരിക്കും. അത് പ്രകടന പത്രികയിലെ 2014 മുതലുള്ള പ്രകടന പത്രികയിൽ 19ലെയും 14ലെയും ഒക്കെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ള മോദിജി ഗവൺമെൻറ് തന്നെ വീണ്ടും ഈ 2024ലും തുടർഭരണത്തിനായിട്ട് വീണ്ടും വരും. ആ പ്രതീക്ഷയിലാണ് ഭാരതത്തിലെ നല്ലൊരു ശതമാനം ഭൂരിഭാഗം ജനങ്ങളുമെന്ന് ഞാൻ ഈ ചാനലുകളിലൂടെയും പത്രക്കാരുടെയും ഒക്കെ അഭിമുഖത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടലും ഞാനും ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മലയാളം ചാനലും പത്രവും ഒന്നും കണ്ടിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താനൊക്കത്തില്ല. എങ്ങനെ ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തെ ഇറക്കാം, അവരുടെ ന്യൂനതകൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന ചാനലുകാരും പത്രക്കാരും ആയതുകൊണ്ട് അവരെ നമ്പിയിട്ട് നമുക്കൊരു അഭിപ്രായം സ്വരൂപിക്കാനൊക്കത്തില്ല. അതിനാണ് അന്ധമായിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനകത്ത് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗവും ഞാനും ഒരു സർവേയിലാണ്. ആ സർവേയുടെ ഫലം എനിക്ക് ഇന്നും ഏകദേശം മനസ്സിലായത്, തീർച്ചയായിട്ടും ഈ 400 എന്ന് പറയുന്ന സീറ്റ് അതൊരു ഭാവനയാണ്, സ്വപ്നമാണ്, ആഗ്രഹമാണ്, ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയായിരുന്നു. തീർച്ചയായിട്ടും 400 ഒന്നും കിട്ടിയില്ലെങ്കിലും മോദിജി തന്നെ വീണ്ടും BJP തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെ രാജ്യത്തിൻ്റെ വികസനം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയും എനിക്കുണ്ട്, ഉറപ്പുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ രാഷ്ട്രവിചാരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.